ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ഇസ്ലാമിനെ വിമർശിക്കാൻ തുടങ്ങിയത് ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രീതിക്കു വേണ്ടിയോ എന്തെങ്കിലും നേടുന്നതിനു വേണ്ടിയോ അല്ല. ആരോടുമുള്ള വൈരാഗ്യമോ ആരോടെങ്കിലുമുള്ള വെറുപ്പോ ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചതുകൊണ്ടോ അവരോടുള്ള വൈരാഗ്യത്തിന്റെ പേരിലോ ഒന്നുമല്ല. ഞാൻ ഈ മതത്തെ സംബന്ധിച്ച് ശരിയായി പഠിച്ച വ്യക്തിയാണ്. നന്നായി മതസ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ച് യൂണിവേഴ്സിറ്റികളിൽ ഞാൻ എന്താണ് പഠിച്ചത് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇസ്ലാമിനെ കുറിച്ച് ശരിയായി പഠിച്ചു. പഠിക്കാത്ത കാലത്ത്, അറിയാത്ത കാലത്ത് അന്ധമായി അതിനെ ഫോളോ ചെയ്തു. മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യുക്തിബോധം ഇതിനകത്ത് പ്രവർത്തിക്കണം എന്നെനിക്ക് മനസ്സിലായി. 6-ാം നൂറ്റാണ്ടിന്റെ വിവരദോഷങ്ങളെ അങ്ങനെ തന്നെ കണ്ണടച്ച് നമ്മൾ പിൻപറ്റേണ്ടവരല്ല. മറിച്ച് യാഥാർത്ഥ്യബോധത്തോടുകൂടി സ്ഥലകാല പുനർവിചിന്തനത്തോടുകൂടിയാണ് നമ്മൾ ഏതൊരു കാര്യത്തെയും അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി, അങ്ങനെ ഖുർആനും ഹദീസും എന്താണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് ഈ മതം ശരിക്കും മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, ഇത് മനുഷ്യനുതകുന്നതല്ല. ഒരു കാലഘട്ടത്തിലുമുള്ള മനുഷ്യന്മാർക്ക് ഉപകാരപ്രദമായിട്ടുള്ളതൊന്നും ഈ 6-ാം നൂറ്റാണ്ടിന്റെ കിതാബിനില്ല. എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കാണിച്ചു തന്നാൽ കാണാൻ ഞാൻ തയ്യാറുമാണ്. എനിക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ എനിക്ക് ഒരു മുൻധാരണയുമില്ല. എനിക്ക് തെറ്റുപറ്റില്ല, ഞാൻ മാത്രമാണ് ഓൾ ഇൻ ഓൾ എന്നുള്ള സങ്കല്പങ്ങളൊന്നും എനിക്കില്ല. ഞാൻ എന്നെ തന്നെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞാൽ സ്വയം ഇകഴ്ത്തുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഈ മതം എന്താണ് എന്ന് പഠിച്ചപ്പോൾ മാനവിക വിരുദ്ധത ഈ മതത്തിന്റെ ഒരു മുഖമുദ്രയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അന്യമത വിരോധം സൂപ്പർലേറ്റീവ് വേർഷനിലാണ് ഇതിനകത്ത് കിടക്കുന്നത്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ പരസ്പരം വിഭിന്നമായി ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു മതഗ്രന്ഥം. പടച്ചവനും അതുപോലെ മുസ്ലിമാണ്. ആ ഇസ്ലാമുമായി മാത്രം സംവദിച്ചു പോരുന്ന ഒരു പടച്ചോൻ. ആ പടച്ചോൻ പറയുന്നു, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത് ഞാനാണ്. കടലും കരയും നീ കാണുന്നില്ലേ? ആകാശം നീ കാണുന്നില്ലേ? ഭൂമി കാണുന്നില്ലേ? നഗ്നനേത്രങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത തൂണുകൾ കൊണ്ട് ആകാശത്തെ നാട്ടി നിർത്തിയ പടച്ചവനെ സംബന്ധിച്ച് നീ കാണുന്നില്ലേ? അവരെ അവരങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഖുർആൻ ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് ഒരുപാട് വസ്തുതകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഹൃദയം കൊടുത്തൊന്ന് ചിന്തിച്ചൂടെ? അവര് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവര് പറയുന്നു, റബ്ബനാ മാ ഖലഖ്തു ഹാദാ ബാത്തില, അല്ലാഹുവേ നീ ഇതൊന്നും നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. ആകാശവും ഭൂമിയും എല്ലാം നീ അർത്ഥവത്തായി മനുഷ്യന് ഉപകാരപ്രദമായ രൂപത്തിൽ സൃഷ്ടിച്ചതാണ് എന്ന് മനുഷ്യൻ പറയും. ഇതൊക്കെ പടച്ചോൻ പറയുന്നതാണ് ഖുർആനിലൂടെ. ശരി, അങ്ങനെയുള്ള പടച്ചോൻ ഒരു മുസ്ലിം പടച്ചോനാകാൻ പാടില്ലല്ലോ. മനുഷ്യനെ മുഴുവനും സൃഷ്ടിച്ചു, മതങ്ങളെ മുഴുവനും സൃഷ്ടിച്ചു, മനുഷ്യനെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി അവർക്കിടയിൽ ഗോത്രങ്ങൾ ഉണ്ടാക്കി, മതങ്ങൾ ഉണ്ടാക്കി, അവർക്കിടയിൽ ഒരുപാട് വിവേചനങ്ങൾ ഉണ്ടാക്കി, ആരാധനകൾ ഉണ്ടാക്കി, അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കി, വ്യത്യസ്തമായ വിശ്വാസങ്ങൾ ഉണ്ടാക്കി, ദൈവങ്ങളെ ഉണ്ടാക്കി, ആരാധനാലയങ്ങൾ ഉണ്ടാക്കി, ആരാധ്യന്മാരെ ഉണ്ടാക്കി. വിശ്വാസികൾ പറയുന്നതൊക്കെ പടച്ചവനറിയാതെ ഉണ്ടാക്കിയതാണോ? ഇതൊക്കെ സൃഷ്ടിച്ചതിൽ പടച്ചവൻ ഒരു പങ്കുമില്ലെങ്കിൽ നിങ്ങൾ അത് പറയണം. ഇതൊക്കെ പടച്ചവൻ അറിഞ്ഞുകൊണ്ട് തന്നെ സൃഷ്ടിച്ചതല്ലേ? പടച്ചവൻ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ സൃഷ്ടിച്ചിട്ട്, മതരഹിതരെയും സൃഷ്ടിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് സ്വർഗം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ഈ രൂപത്തിൽ ഒരു അനീതി കാണിച്ചാൽ നമ്മൾ ഏത് രൂപത്തിൽ പ്രതികരിക്കുമായിരുന്നു? അവരുടെ സമ്പത്ത് അവര് ഒരു കുട്ടിക്ക് മാത്രം കൊടുത്ത് നമുക്ക് ആർക്കൊന്നും തന്നില്ല, എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കുന്നത്, യുക്തിവാദികൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു, നിരീശ്വരവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്നു, ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നു, രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു, യോഗിയെക്കുറിച്ച് സംസാരിക്കുന്നു, നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതൊക്കെ ഒരു മുസ്ലിം സ്ത്രീക്ക് പാടുള്ളതാണോ? അതുകൊണ്ട് ഇന്നു മുതൽ മാപ്പ് പറഞ്ഞ്, റമളാൻ മാസമാണ് ആഗതമാകുന്നത്, മാപ്പ് പറഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ച് തിരികെ വരണം.
ഒരു യുവാവ് നിരന്തരം വാട്സാപ്പിലൂടെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ. കല്യാണം കഴിക്കണം എന്നെ. ഇവരുടെയൊക്കെ രോഗം എന്താണെന്ന് നോക്ക്. ഒരാളെ കണ്ടാൽ, വൃദ്ധരെ കണ്ടപ്പോഴും വിധവയെ കണ്ടപ്പോഴും ഒരുപോലെ തന്നെ ഞാൻ അവരെ കെട്ടി സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞു മുന്നോട്ട് വന്ന ഒരു പ്രവാചകന്റെ അനുയായികൾക്ക് ഇങ്ങനെയേ ചിന്തിക്കാൻ പറ്റൂ. എല്ലാ വിധവകളെയും വൃദ്ധരെയും ഞാൻ തന്നെ ഒറ്റയ്ക്ക് കെട്ടി സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ അവതരിച്ചിട്ടുള്ളത്, മാതൃകാ പുരുഷോത്തമനായത്. ആ പ്രവാചകന്റെ അനുയായി ഇങ്ങനെയല്ലാതെ മറ്റൊരു രൂപത്തിലുമാകാൻ തരമില്ല. ഇനി മുതൽ ഇസ്ലാം മത വിമർശനം നിർത്തണം. എന്നാൽ റാഷിദ് എന്നെ അങ്ങോട്ട് വിവാഹം കഴിക്കും, എന്നിട്ട് എന്നെ സൗദി അറേബ്യയിൽ കൊണ്ടുപോകും, അമേരിക്കയിൽ കൊണ്ടുപോയി എൻ്റെ മാനസിക രോഗത്തിന് ചികിത്സിക്കും. എനിക്ക് 3 നേരം ഭക്ഷണവും ചായയും കടിയും, പിന്നെ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അസുഖവും അയാൾ മാറ്റിത്തരും. അയാൾ തന്നെ എന്നെ ചികിത്സിക്കും. ഇവൻ്റെയൊക്കെ രോഗം എന്താണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് വ്യക്തിയുടെ നമ്പർ, ഇതാണ് ആള്. ഒരു സ്ത്രീയെ കാത്ത് നടക്കാണ് യുവാവ്, ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ആളിൻ്റെ നമ്പർ. ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് അസുഖം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ. എന്നാണ് കല്യാണം കഴിക്കുക? ഓഹ്, എന്തുകൊണ്ടാണ് നിനക്ക് മതങ്ങളോട് ഇത്ര ശത്രുത? നിനക്ക് വേണ്ടി എത്ര ആൾക്കാരെ എതിരെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയോ? നിന്നോട് തരിയെങ്കിലും സ്നേഹമുള്ളതുകൊണ്ടാണ്, ഉള്ളതുകൊണ്ട് പറയാ. നീ എന്തിനാ ഈ യുക്തിവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? മോളെ, നിന്നെ ഞാൻ വിവാഹം കഴിക്കാം. നീ ഒരു വിഷമം അനുഭവിക്കില്ല. നിന്നെ ഞാൻ സൗദിയിലേക്ക് കൊണ്ടുപോകാം. ഈ ജീവിതം നിനക്ക് മടുത്തു തുടങ്ങിയില്ലേ? നിനക്ക് ജീവിതം മടുത്തില്ലേ ജാമിദ? നിന്നെ ഞാൻ നല്ലവണ്ണം നോക്കാം ജാമിദ, നീ എൻ്റെ കൂടെ പോരെ. നിനക്കെന്നല്ല, നല്ല ഭക്ഷണം 3 നേരം ഞാൻ തരാം. പോരാത്തതിന് ചായയും കടിയും തരാം. അതും പോരെങ്കിൽ നിനക്ക് ഞാൻ 2 ഏക്കർ പറമ്പ് എഴുതി തരാം. നിനക്ക് എന്താ ഇത്ര സങ്കടം മോളെ? നിന്നെ ഞാൻ അമേരിക്കയിൽ കൊണ്ടുപോകാം. എന്നിട്ട് ഏറ്റവും നല്ല മാനസിക രോഗത്തിനുള്ള ചികിത്സ തരാം. എന്നിട്ടും നിന്റെ അസുഖം മാറിയില്ലെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ച് ഞാൻ തന്നെ നിന്നെ അസുഖം ചികിത്സിക്കും. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. കക്ഷി ഇതിനായിട്ടേ ഒഴിഞ്ഞിരിക്കുവാണ്. ഇഷ്ടംപോലെ സമയമുള്ള ആൾക്കാരായിരിക്കും ഇതിനു വേണ്ടി. ഇതൊന്നും എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. ജാമിദ മുള്ള, നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ? ജാമിദ 2 പേര് പാട്ടുപാടൂ. ഇനി കണ്ടോ, ഇഷ്ടംപോലെ സമയമുണ്ട്. എൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ആൾ കാത്തിരുന്നതാണ്. അപ്പോഴാണ് നമ്പർ എവിടെ നിന്നോ സംഘടിപ്പിച്ചു. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടാകാം. നോക്കിക്കോ, ഒരു ജീവിതം കൊടുത്തിട്ട് സൗദിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു യുവാവിൻ്റെ ഭ്രാന്തമായിട്ടുള്ള ഒരു യുവതിയോടുള്ള സ്നേഹമാണ്. ഓ, ഇവർക്ക് നിർബന്ധമുണ്ട് കേട്ടോ, ഭർത്തൃമതികൾ തന്നെ ആയിരിക്കണം. അവർക്ക് മക്കളും ഉണ്ടാകണം. പാവം, ആർക്കെങ്കിലും ജീവിതം കൊടുക്കാൻ വേണ്ടി നടക്കുകയാണ്. എൻ്റെ പ്രണയം മനസ്സിലായി, നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? എന്നിട്ട് വോയിസ് കോളൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്. ഇതാ പാവം യുവാവേ, ജീവിതം കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ജാമിദാക്ക് കൊടുക്കാൻ തന്നെയാണോ അതോ ആരെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ട് വലയും വീശിക്കൊണ്ട് നടക്കുകയാണോ എന്നറിയില്ല. നമുക്ക് സൗദിയിൽ പോയി ജീവിക്കാം. നമ്മളെ ആരും ശല്യം ചെയ്യില്ല. നീ വരുവോളം കാത്തിരിക്കുന്നു ജാമിദ. ഓഹ് 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 കണ്ടോണം. ശരി, ഇതെല്ലാം കക്ഷി ഇരുന്ന് എഴുതി അയക്കുവാണ് കേട്ടോ.
അയാളുടെ സ്നേഹമാണിതെല്ലാം. എനിക്കൊരു ജീവിതം തരാൻ വേണ്ടിയിട്ട് ആള് കൊണ്ട് നടക്കുകയാണ്. എന്തോ അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. റമളാൻ മാസമായില്ലേ ജാമിദ, ഒരു തൗബ ചെയ്തൂടെ? ഇനിയെങ്കിലും നല്ല കുട്ടിയായി ജീവിക്കൂ. തട്ടമൊക്കെ ഇട്ട് 5 നേരം നമസ്കരിച്ച് ജീവിച്ചൂടെ മോളെ? റമളാൻ മാസം ആവാനായി. ഇനിയെങ്കിലും നിന്റെ ഈ വൃത്തികെട്ട വർത്തമാനങ്ങൾ ഒഴിവാക്കൂ. ജാമിദയ്ക്ക് എന്നോട് സംസാരിക്കാൻ പേടിയാ. ജീവിതം ഒരു ഞാനുമേൽ കളിയാണ് ജാമിദ. നിനക്ക് സുഖമായി കാര്യം നോക്കി ജീവിച്ചാൽ പോരെ? എന്തിനാ ഇങ്ങനെ വിഷം തുപ്പുന്നത് ജാമിദ? ഓക്കെ, പിന്നെ വിളിയാണ്. ശരി. ഭയങ്കര പ്രേമം തലയ്ക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പ്രേമമാണ് ആൾക്ക്. ശരി, എന്നാൽ പിന്നെ നമുക്ക് മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചേക്കാം. തൗബ എങ്കിൽ തൗബ, പോയാലൊരു തൗബയല്ലേ. ഇപ്പം അതിനിപ്പോൾ എന്ത് നഷ്ടപ്പെടാൻ പോകുന്നു? ശരി, എന്നാൽ നമുക്കങ്ങ് തീരുമാനിച്ച് ഉറപ്പിച്ചേക്കാം. ശരി കാക്ക, എന്നാൽ പിന്നെ കല്യാണാലോചനയുമായിട്ട് നമുക്കങ്ങ് മുന്നോട്ട് പോയാലോ? ശരി. പെണ്ണാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആകെ ഒരൊറ്റ വികാരമേ ഉള്ളൂ, ലിംഗവികാരം മാത്രം. ഈ ലിംഗവികാരവുമായി സമൂഹത്തിൽ ഇറങ്ങി ഒരാളോട് എന്ത് സംസാരിക്കണം എന്ന് പോലും ഇവർക്ക് യാതൊരു നിശ്ചയവുമില്ല. കാരണം ഇവർ പഠിച്ചിരിക്കുന്നത് മദ്രസകളിലാണ്. മദ്രസ ബുദ്ധി വെച്ച് ഒരു മനുഷ്യനോട് എങ്ങനെ സംസാരിക്കണം എന്ന് പഠിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മദ്രസ ഉസ്താദുമാരൊക്കെ പീഡനവീരന്മാരാകുമായിരുന്നു. കുഞ്ഞുങ്ങളോട് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഈ ലൈംഗിക രോഗികളാണ് ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതെങ്കിൽ ഏത് രൂപത്തിൽ അവർ മാനവിക മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരായി സമൂഹത്തിൽ വളർന്നു വരും? നമ്മളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണല്ലോ. ചിന്തിച്ചാൽ തന്നെ ബോധ്യപ്പെടുന്ന വസ്തുതകളേ ഉള്ളല്ലോ ഇവർക്ക്. ആകെ ഇപ്പോൾ നമുക്കറിയാം, ചാറ്റ് ബോക്സിലൊക്കെ കയറി വരുന്ന ആളുകൾ വിളിക്കുന്ന വികട സരസ്വതികളൊക്കെ നമ്മൾ കാണാറുണ്ട്. തെറി വിളിക്കാനും ഉദ്ധരിച്ച ലിംഗവുമായി മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനുമല്ലാതെ ഇവർ ലോകത്തിന് എന്ത് സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്? ഇവർ സമൂഹത്തിന് എന്ത് രൂപത്തിലുള്ള സേവനങ്ങളാണ് നൽകിയിട്ടുള്ളത്? ഇവരുടെ ഇത്തരം ലിംഗവിചാരങ്ങളിലൂടെ ഇവർ ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? മാതൃക എന്താണ്? റമളാൻ ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പ് അവനെ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ തട്ടമിടണം, എനിക്ക് അവനോട് ഇതുപോലെയുള്ള ലിംഗവികാരവുമായിട്ട് നടക്കുന്ന, ലിംഗവിചാരവുമായിട്ട് നടക്കുന്ന ഇവരോടൊക്കെ എന്തോ സംസാരിക്കാന്? വല്ലതും സംസാരിക്കാൻ പറ്റുമോ? ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത്, വിഡ്ഢികളുടെ വാക്ക് ചെവിക്ക് പുറത്ത് പോലെ ഒരുപാടുണ്ട് കേട്ടോ. കോളുകൾ വരുന്നതിനാണെങ്കിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത രൂപത്തിലാണ് കോളുകൾ വരുന്നത്. അതിനകത്ത് കുറച്ച് നല്ല ആളുകളും ഒക്കെ ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ നമ്പറൊന്നും കാണിക്കാത്തത്. ഒരുപാട് മിസ് കോളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണ് ഇവരുടെ ലക്ഷ്യം? ഇവർക്ക് മതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റ്സ് അവിടെ കിടപ്പുണ്ടല്ലോ. ശരി, നിങ്ങൾ ഈ പറഞ്ഞ വസ്തുതകൾ ശരിയല്ല. എത്ര നാളായിട്ട് നമ്മൾ ഫോൺ നമ്പറും വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് തന്നെയല്ലേ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് സംസാരിക്കാമല്ലോ. അങ്ങനെ സംസാരിക്കാൻ പോലും ധൈര്യമില്ലാത്ത, അറിവില്ലാത്ത ഒരു ജനവിഭാഗമാണിവർ. നന്ദി.